ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സ്കിൻ വൈറ്റനിങ്, അതുതന്നെ ബ്രൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് നമുക്ക് കൊച്ചുകുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിതൊരു 200 മില്ലിയൊക്കെ ഉണ്ടാക്കി വെക്കാറുള്ളൂ. കാരണം നമ്മൾ കുറേ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് കുറുകി പാകമായിട്ട് വരുമ്പം ഒത്തിരി കുറഞ്ഞേ വരുള്ളൂ. ഓക്കെ, ഇപ്പോൾ 1/2 ലിറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരുപാട് കുറവ് വരും. ഇതിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിയുമ്പം നമുക്ക് നല്ലൊരു ഗ്ലാസ് ക്ലിയർ സ്കിന്ന് കിട്ടും. ഇത് കുളിക്കുന്നതിന് മുന്നേ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. നമുക്ക് ലിപ്സിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. കഴുത്തിലൊക്കെയും അപ്ലൈ ചെയ്യാം. ടാൻ മാറ്റാനായിട്ട്, നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിനായിട്ട് വേണ്ടത് വെളിച്ചെണ്ണ വേണം, കുറച്ച് ആൽമണ്ട് ഓയിൽ വേണം, പിന്നെ ഇതിനകത്ത് ചേർക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് കേട്ടോ. ഞാൻ ചേർക്കുന്നത് ഓറഞ്ച് പീൽ പൗഡർ ചേർക്കുന്നുണ്ട്, ബീറ്റ്റൂട്ട് പൗഡർ ചേർക്കുന്നുണ്ട്, ചന്ദനത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്, ഇരട്ടി മധുരം ചേർക്കുന്നുണ്ട്, കസ്തൂരി മഞ്ഞൾ പൊടി. കസ്തൂരി മഞ്ഞൾ പൊടി ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ, മക്കൾക്കും കൂടി ഉപയോഗിക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമേ ഈ എണ്ണ ചട്ടിയിലേക്ക് ഒഴിക്കുക. ഞാൻ ഇരുമ്പ് ചീനിച്ചട്ടിയിലാണ് ഇത് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവ് എണ്ണ യൂസ് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. ആൽമണ്ട് ഓയിലും വെളിച്ചെണ്ണ ഞാൻ ഈക്വൽ എമൗണ്ടിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ചിലവർക്ക് മഞ്ഞൾ പറ്റത്തില്ല, അങ്ങനെയുള്ളവർക്ക് അത് ഒഴിവാക്കാം. അപ്പം ഇതെല്ലാം, ഈ പൊടികളെല്ലാം കൂടി എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ആഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ്റൂട്ടൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ക്യാരറ്റിൻ്റെ പൊടി ചേർക്കാം. ഇതൊക്കെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഇതൊക്കെ ഇതിൻ്റെ തൊലികളൊക്കെ എടുത്ത് ഉണക്കി പൊടിച്ചും യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനുള്ളൊരു സമയം ഇല്ല. അത്രയും കൊച്ചു കുട്ടികളാണ് എനിക്കുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാനുള്ളൊരു സമയമില്ല. അതുകൊണ്ടാണ്. പിന്നെ മോന് ചെറിയ ആൾ, മൂത്തയാൾ ചെറുത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഉണക്കി പൊടിക്കാൻ അതിനുള്ള ഒരു സമയമൊന്നും ഇല്ലിപ്പോൾ. അതുകൊണ്ട് എല്ലാത്തിനും പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും, ചൂടായി വരുമ്പം ഇങ്ങനെ പതയായിട്ട് വരും. എന്നിട്ട് ഇത് വിട്ട് ഇത് നിൽക്കുന്ന ഒരു സമയമുള്ള ഈ പതയൊക്കെ വിട്ട് നിൽക്കുന്ന ഒരു ടൈമുണ്ട്. അപ്പോൾ നമുക്കിത് ഓഫാക്കി എടുക്കാം. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതിപ്പോൾ ഏകദേശം പാകമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കളറ്, കണ്ടോ, നല്ലൊരു ടെക്സ്ചറിൽ വരും. ഇതിൻ്റെ പൊടിയും നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് സ്ക്രബിങ് എഫക്റ്റൊന്നും വരത്തില്ല. ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള തരികളുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി തന്നെ കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് തണുത്തതിന് ശേഷം ഈ ഇതിനകത്തെ മട്ടുണ്ടല്ലോ, അതോടുകൂടി തന്നെ കുപ്പിയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് യൂസ് ചെയ്യുമ്പോഴൊക്കെ കുലുക്കിയിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് എടുത്ത് യൂസ് ചെയ്യുക. അപ്പോൾ ആ തരികളും വരും. അതും കയ്യിലും കാലിലും ഒക്കെ ഒന്ന് തേച്ച് മസാജ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു 2 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഞാനപ്പോൾ കുളിക്കാൻ വേണ്ടി ഇങ്ങനെ മുടിയിലൊക്കെ എണ്ണ തേച്ച്, ഫേസിലൊക്കെയും കഴുത്തിലൊക്കെ എണ്ണ തേച്ചിട്ട് നിൽക്കുന്നൊരു സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുക കേട്ടോ. എന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും ടൈം എടുക്കും. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്കും അല്ലെങ്കിൽ മുടിയിലേക്കൊക്കെ ഈ ഒരു സാധനങ്ങളൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള ജോലികളൊക്കെ ഉള്ളപ്പോൾ ആദ്യമേ ഇതൊക്കെ ചെയ്യും, എന്നിട്ട് അങ്ങ് ബാക്കി ജോലികളൊക്കെ ചെയ്യും. അപ്പോഴത്തേക്കും മുടിയും സ്കിന്നൊക്കെ നല്ല സെറ്റാവും. ഇതെല്ലാം അബ്സോർബ് ചെയ്തോളും, കണ്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ശരിക്കും നല്ല എഫക്റ്റീവാണ്. ഇത് കഴുകി കളയുമ്പോൾ കടലമാവോ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക. സോപ്പ് ഉപയോഗം നിർത്തുക, കുറയ്ക്കാൻ ഞാൻ പറയത്തില്ല, നിർത്തണം. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങളുടെ സ്കിന്നിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അറ്റ്ലീസ്റ്റ് ഫേസിലെങ്കിലും സോപ്പ് ഉപയോഗം സ്റ്റോപ്പ് ചെയ്യുക. ലിപ്സിലൊക്കെ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.